ഇത് ഈ 28-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും അറസ്റ്റ് നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. എന്നിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ഇനിയിപ്പോൾ അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇയാൾ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പം അത് സംബന്ധിച്ചും ഗൗരവമായി മാധ്യമപ്രവർത്തകരായ നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട്. രാഹുൽ അവിടെ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് ആളുകൾക്കറിയാം. സ്വന്തമായി പ്രസിഡന്റെ തിരഞ്ഞെടുക്കേണ്ട, സ്വന്തം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അനുയായികളില്ലാത്ത പ്രസ്ഥാനമാണ്. വോട്ടർമാരെ കിട്ടാത്തത് കൊണ്ട്, മെമ്പർഷിപ്പ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വ്യാജന്മാരെ സൃഷ്ടിച്ച ക്രിമിനൽ സംഘമാണ് ഈ യൂത്ത് കോൺഗ്രസ്. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു PR സംഘമുണ്ട്. ഈ PR സംഘമാണ് നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിക്കലിൻ്റെ കൂടെ കേരളത്തിലെ ഒരുപറ്റ മുഖ്യധാര മാധ്യമങ്ങൾ കൂടി അണിനിരന്ന കാഴ്ചയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായൊരു കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുക.